രാഹുൽ സദാശിവൻ ഇപ്പൊ പീഡിപ്പിക്കണമെങ്കിൽ രാത്രിയുടെ ഒന്നും ആവശ്യമില്ല. ആവശ്യമില്ല. കാരണം ആള് തന്നെ തെളിയിച്ചിട്ടുണ്ട്. അതെ അതെ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ആ സെറ്റിൽ അല്ലെങ്കിൽ അവിടെ പോയൊരു അനുഭവം? സെറ്റില് അങ്ങനത്തെ രാഹുൽ വളരെ കൂളാണ്. ഉം. നമ്മളോട് സംസാരിക്കും, കോമഡി പറയും. ഉം. അപ്പോൾ അതിനനുസരിച്ച് നമ്മളും തിരിച്ച് പറയും. അതൊരു നല്ല രസമായിരുന്നു. പക്ഷെ ഞാൻ കേട്ടത് ആ സെറ്റിൽ കോമഡി പറയാൻ പോലും നമുക്ക് പറ്റാത്തൊരവസ്ഥയായിരുന്നോ? അത് പടത്തിൻ്റെ മൂഡ് അനുസരിച്ച് അങ്ങനെയാണ്. അങ്ങനെ ഒരു അധികം ആളുകൾ കുറച്ച് മറ്റു സെറ്റുകളിലെ പോലെ ഒത്തിരി ആളുകളില്ല, സെലക്റ്റീവായ ആളുകൾ മാത്രമേ ഉള്ളൂ. അത് അങ്ങനെ വരുമ്പോൾ നമുക്ക് പിന്നെ അറിയാമല്ലോ, ആ ഒരു അന്തരീക്ഷത്തിലൊക്കെ നമുക്ക് അങ്ങനെ ഒരു ഫീലാണ് വരുന്നത്. പക്ഷെ എല്ലാവരും നല്ല രസമായിരുന്നു. തമാശകളൊക്കെ പറഞ്ഞിട്ട്, വലിയ തമാശകളല്ല, നോർമലി പറഞ്ഞു. രാഹുലായിരുന്നു ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു അതിനകത്ത്. രാഹുൽ സദാശിവനെ കണ്ടൊരു മാജിക് എന്തായിരിക്കും? ഈ സിംപിൾസിറ്റി തന്നെ. ആള് സിമ്പിളായിട്ടിരിക്കുക, നമ്മളും ആ മൂഡിലേക്ക് വരിക. എത്ര വലിയ ഭയങ്കരമായിട്ട് ഹെവി ലോഡ് ഉള്ള പരിപാടികൾ ചെയ്യാനിരിക്കുന്നവരും കൂളായി പോകുന്നൊരവസ്ഥയിലേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നു രാഹുലിന്റെ ട്രീറ്റ്. അതൊക്കെ കാണുമ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കും, ചെറിയൊരു കാര്യത്തിൽ നമ്മൾ അടിക്കുന്ന ടെൻഷൻ അല്ലേ അതെ 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 അതെ. അവര് ഹാൻഡിൽ ചെയ്യുന്ന രീതി, അത് അത്ഭുതമല്ലേ. കഴിഞ്ഞു പോണ അറിയില്ല സീനുകൾ അന്നേരം. ഓക്കെ. നമ്മളിപ്പം ഈ അടുത്ത സീൻ വരെ ഡയലോഗ് പറയണല്ലോ, അങ്ങനെയൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് അതിനെന്തായിരിക്കും ഫീൽ കൊടുക്കേണ്ടത് എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് പുള്ളി വളരെ കൂളായിട്ട് ഇങ്ങനെയൊക്കെ ഇരുന്ന് കാണുമ്പോഴേ നമ്മൾ വിചാരിക്കും, അയ്യോ ഇങ്ങനെ ഇരിക്കുന്ന എന്താ അടുത്തെന്താ പ്രതികരണം. പക്ഷെ ആ സീൻ ആക്ഷൻ പറയുന്നു, കട്ട് പറയുന്നു, ആ സാധനം കഴിഞ്ഞു പോകുന്നു. അങ്ങനെ വളരെ കൂളായിരുന്നു. അപ്പം നമുക്ക് ഭയങ്കര ഒരു സമാധാനം, വളരെ ഇങ്ങനെ ഇരിക്കുന്നത്, നല്ല അങ്ങനെ ഒരു ആംബിയൻസ് ആയിരുന്നു അവിടെ.